എല്ലാവർക്കും നമസ്കാരം. നന്ദവേദ യോഗ സെൻറ്ററിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ യോഗ ക്ലാസ്സിൻ്റെ ഡെയിലി യോഗ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സെഷനാണ്. അപ്പം നമ്മൾ 2-3 ആസനങ്ങൾ ചെയ്തു. അപ്പോൾ ഏതൊക്കെയാണ് ചെയ്തത്? നമ്മൾ താടാസനം ചെയ്തു, അതുപോലെ തന്നെ ത്രിയക് താടാസനം ചെയ്തു, അതുപോലെ നമ്മൾ കടി ചക്രാസനം ചെയ്തു. ഇങ്ങനെ ഈ 3 നമ്മൾ ഇതെല്ലാം നിങ്ങൾ 2-3 സെറ്റുകൾ ചെയ്യണം. ഇനി ഇതിൻ്റെ ബ്രീത്തും കാര്യങ്ങളും ഞാൻ പിന്നീട് പറയാം. ഇത് മറന്നുപോയതല്ല, എല്ലാം കൂടി പറയുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട വിചാരിച്ചിട്ടാണ്. നമ്മൾ ഓരോ ആസനങ്ങൾക്കും ബ്രീത്ത് കൺട്രോൾ ഉണ്ട്, ബ്രീത്ത് എങ്ങനെ എടുക്കണം, ഇൻഹെയിലും എക്സ്ഹെയിലും ഒക്കെ ചെയ്യണമെന്ന്. അത് ഫസ്റ്റ് നിങ്ങൾ ഇതിലേക്ക് വന്നതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ചിട്ട് കൂടി പറയണതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ. അപ്പോൾ 3 ആസനങ്ങൾ കഴിഞ്ഞു സ്റ്റാൻഡിങ് പൊസിഷനിലുള്ളത്. നെക്സ്റ്റ് നമ്മൾ വൃക്ഷാസൻ എന്ന് പറയും. വൃക്ഷാസൻ കുറച്ച് ബുദ്ധിമുട്ടെന്നല്ല, കുറച്ച് ബോഡി ബാലൻസ് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോട് കൂടി ചെയ്യുക. നിങ്ങൾ ചെയ്യണ സ്ഥലത്ത് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പിടിക്കാനുള്ള ഒരു സൗകര്യത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെയ്യുക. അഥവാ ബാലൻസ് പോയാലും നമുക്കതിൽ പിടിക്കാൻ പറ്റണം. ഓക്കെ, വൃക്ഷാസൻ അഥവാ ട്രീ പോസ് എന്ന് പറയും. നമ്മൾ നോർമൽ പൊസിഷനിൽ നിൽക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്, കൂളായിട്ട് നിൽക്കുക. റൈറ്റ് ലെഗ് എടുത്തിട്ട് നമ്മുടെ ഇന്നർ തൈസിൽ തുടയുടെ ഉൾവശത്ത് ചേർത്ത് വയ്ക്കുക. തുടയുടെ കാലിൻ്റെ നീ ഭാഗം ആ സൈഡിലേക്ക് പോകണം. ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് വരരുത്. ഓക്കെ, ഇത് ആ സൈഡിലേക്ക് പോവുക. കൈ ചേർത്ത് വയ്ക്കുക. കൈ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ കണ്ണിൻ്റെ അതേ ഹൈറ്റിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നിങ്ങൾ നോക്കിയിട്ട് നിൽക്കുക. കാലൊരു വശം ഒരു കാരണവശാലും ഫ്രണ്ടിലേക്ക് വരരുത്. സൈഡിലേക്ക് തന്നെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക. ബോഡി ബാലൻസ് ചെയ്യുക. ഇത് നിങ്ങളൊരു 8-10 ബ്രീത്ത് എടുക്കണ വരെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഒരു 10 ബ്രീത്ത് കഴിഞ്ഞാൽ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. കാല് റിലീസ് ചെയ്യുക. റിലാക്സ്. ഇതേപോലെ തന്നെ നമ്മൾ ഇടതുകാലും ചെയ്യുക. ഇടതുകാലെടുത്തിട്ട് നമ്മൾ ഇന്നർ തൈസിൽ വയ്ക്കുക. കൈ ചെസ്റ്റിൽ വയ്ക്കുക. അപ്പ് ചെയ്യുക. കൈ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നിങ്ങൾ അതേ പോയിന്റിൽ തന്നെ നോക്കി നിൽക്കുക. കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക. ബോഡി ബാലൻസ് ചെയ്യുക. കിടന്ന് ഇളകി കളിക്കുക, അതൊന്നും ചെയ്യരുത്. അങ്ങനെ ബാലൻസ് പോയാൽ അപ്പം നിർത്തുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക ആദ്യം മുതൽ. ഓക്കെ, കാലൊരു കാരണവശാലും ഫ്രണ്ടിലേക്ക് വരരുത്. ഇത് നമുക്ക് ആ സൈഡിലേക്ക് തന്നെ പോകണം. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് വൃക്ഷാസൻ ട്രീ പോസ്. 8-10 ബ്രീത്ത് എടുക്കണവരെ ചെയ്യുക. റിലീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫ്ലെക്സിബിലിറ്റി, ബ്ലഡ് സർക്കുലേഷൻ, അതുപോലെ കോൺസെൻട്രേഷൻ, ബോഡി ബാലൻസിങ്, ഇതിനെല്ലാം വളരെ നല്ല കാര്യമാണ് വൃക്ഷാസൻ. സോ കീപ് പ്രാക്ടീസിങ്. നമുക്ക് നാളെ മുതൽ അടുത്ത ക്ലാസ് മുതൽ ഇരുന്നുകൊണ്ടുള്ള ആസനങ്ങൾ ചെയ്യാൻ തുടങ്ങാം. പിന്നെ ഞാനൊരു 5 days വർക്ക്ഷോപ്പിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലൊരു ഒരുപാട് റെസ്പോൺസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും താല്പര്യമുള്ളവർ പറയുമോ, നമുക്കൊരു 5 ദിവസത്തെ ഒരു ജേണി വളരെ എൻജോയ് ചെയ്തിട്ട് 5 ദിവസം യോഗ ചെയ്യാൻ നമുക്ക് ഒരുമിച്ചിട്ട് ലൈവ് ക്ലാസ്. അത് ടൈമും കാര്യങ്ങളും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഈ സ്ക്രീനിൽ നമ്പർ കൊടുക്കും. അതിൽ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ടൈം ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി.